ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം ആരോഗ്യരംഗത്തു നിന്നുള്ള പ്രധാന വാർത്തകൾ. അനാവശ്യമായ സിസേറിയൻ ശസ്ത്രക്രിയകൾ ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ആവശ്യം സ്വകാര്യ മേഖലയിൽ സിസേറിയൻ നിരക്കുകൾ വർദ്ധിക്കുന്നുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ. രാജ്യത്ത് ജനനനിരക്കിലെ സ്ത്രീ പുരുഷ അനുപാതത്തിൽ പുരോഗതി എന്ന പഠനം. കണ്ടെത്തൽ ദേശീയ കുടുംബ ആരോഗ്യ സർവേയിൽ. ഏറ്റവും ഉയർന്ന നിരക്ക് കേരളത്തിൽ. പാവകൾക്കൊപ്പം ഉറങ്ങുന്ന കുഞ്ഞുങ്ങൾ മികച്ച വായനാശീലമുള്ളവരായി മാറുമെന്ന പഠനം. അനാവശ്യമായ സിസേറിയൻ ശസ്ത്രക്രിയകൾ ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. സ്വകാര്യ മേഖലയിൽ സിസേറിയൻ നിരക്കുകൾ വർദ്ധിക്കുന്നുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആവശ്യം. 2005-2006 കാലഘട്ടത്തെ അപേക്ഷിച്ച് സിസേറിയൻ നിരക്കുകളിൽ 8.5% വർധനവാണ് 2015-2016 വർഷങ്ങളിൽ ഉണ്ടായിരിക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ സർവേയിൽ കണ്ടെത്തിയിരുന്നു. സ്വകാര്യ മേഖലയിൽ 2005-2006 വർഷങ്ങളിൽ മൊത്തം പ്രസവത്തിന്റെ 27.7% സിസേറിയനായിരുന്നു. എന്നാൽ 2015-16 വർഷത്തിൽ ഇത് 40% ഉയർന്നതായും സർവേയിൽ കണ്ടെത്തി. അതേസമയം സർക്കാർ മേഖലയിലെ സിസേറിയൻ നിരക്ക് 15% നിന്നും ഇക്കാലയളവിൽ 11.9% കുറഞ്ഞതായും സർവേയിൽ തെളിഞ്ഞു. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം സിസേറിയൻ നടത്താൻ സ്വകാര്യ മേഖലയിലെ ആശുപത്രികളോട് നിർദ്ദേശിച്ചതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വേനൽക്കാല ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം കല്ലിയൂർ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ സിദ്ധിയാണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഡോക്ടർ, നമുക്ക് ആദ്യമായി ഈ വേനൽക്കാലത്തെ ആരോഗ്യത്തിന് വേണ്ടി പ്രത്യേക മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ടോ? എന്തെല്ലാമാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ചെയ്യേണ്ടത്? നമ്മുടെ പ്രകൃതിയിൽ വരുന്ന ഓരോ കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം വ്യതിയാനപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം കാലഘട്ടത്തിൽ വരുന്ന ആരോഗ്യ രക്ഷ വളരെ അനിവാര്യമാണ്. കാരണം നമുക്കറിയാം, വേനൽ ഇപ്പം ഓരോ വർഷം കഴിയുന്തോറും വളരെ കാഠിന്യം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വേനൽക്കാലം എത്തുമ്പോൾ സാധാരണ നമുക്ക് മുമ്പുണ്ടായിരുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾ, വൈറൽ രോഗബാധ, കണ്ണിനുണ്ടാകുന്ന അസുഖങ്ങൾ, ദഹന സംബന്ധമായ അസുഖങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ കൊടും വേനൽ അനുഭവിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോലെ സൂര്യാഘാതവും സൂര്യതാപവും ഒക്കെ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ വളരെ കോമണായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വേനൽക്കാല ആരോഗ്യ സംരക്ഷണം വളരെ അത്യാവശ്യമാണ്. അതായത് അന്തരീക്ഷ ഊഷ്മാവ് കൂടുമ്പോൾ നമ്മുടെ ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ശരീരത്തിനുള്ളിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ അതിൻ്റെ നിരക്ക് കുറച്ച് കുറയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെമ്പറേച്ചർ റെഗുലേഷന് വേണ്ടിയിട്ട് നമുക്ക് വിശപ്പ് കുറവായിരിക്കും. ആഹാരം ദഹനത്തിന് കുറച്ച് പ്രയാസമായിരിക്കും, കുറച്ച് സമയമെടുക്കും. മാത്രമല്ല, ഈ ഒരു കാലാവസ്ഥ ഒരു എക്സ്ട്രീം ക്ലൈമറ്റ് വരുമ്പോഴത്തേനും ശരീരബലം കുറയുന്നതിനോടൊപ്പം തന്നെ രോഗകാരകമായ ബാഹ്യ ഘടകങ്ങളുടെ ബലം കൂടുകയും, അതായത് രോഗാണുക്കളൊക്കെ അവരുടെ പ്രതികൂല സാഹചര്യം കൊണ്ട് അവരുടെ ബലം കൂടുകയും രോഗസാധ്യതയും കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായും വേനൽക്കാല ആരോഗ്യ സംരക്ഷണത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും അതിനുവേണ്ടി മുൻകരുതൽ എടുക്കുകയും വേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം, സംസ്ഥാന ആരോഗ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ വേനൽക്കാലത്ത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പനി ഉണ്ടാകാനുള്ള സാധ്യത മുൻവർഷങ്ങളെക്കാൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് മന്ത്രി തന്നെ പറഞ്ഞിരുന്നു. കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ടാണ് മന്ത്രി അക്കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ആയുർവേദ രംഗത്ത് നിന്നുള്ള ഡോക്ടർ എന്ന നിലയ്ക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ? തീർച്ചയായും, കാരണം നമുക്ക് ഓരോ കാലാവസ്ഥയിലും വരുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞിപ്പോൾ തിരിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിലാണ് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ചും ഈ ഒരു ഭരണരംഗത്ത് നിൽക്കുന്നവർ ഒഫീഷ്യൽസിൻ്റെ ഒരു കർത്തവ്യമായിട്ടും ആൾക്കാർ വിചാരിച്ചിരിക്കുകയാണ്. കാരണം ഒരു പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ്, അതായത് ആരോഗ്യ സംരക്ഷണത്തിനും രോഗാവസ്ഥ വരാതിരിക്കുന്നതിനും അവനവൻ്റെ ഒരു രീതിയിൽ നിന്നുള്ള പ്രവർത്തനം വളരെ കുറവാണ്. എല്ലാം ഈ ചെയ്യേണ്ട ആൾക്കാർ, അത് ഒഫീഷ്യൽസ് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി മാറ്റപ്പെടുന്നത് കൊണ്ട് തന്നെയും പ്രതിരോധ മാർഗങ്ങളിൽ വളരെയധികം ബാക്കിലാണ് ഇപ്പോൾ പൊതുജനം. അതുകൊണ്ട് ആ ഒരു കർത്തവ്യം നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു. ഇനി വരുന്ന കാലഘട്ടത്തിൽ, അതായത് നമ്മുടെ പരിസ്ഥിതിയുടെ മലിനീകരണവും അതുമാതിരി തന്നെ ഒരു തുള്ളി മഴ കൂടെ ലഭിക്കാത്തൊരു മഴക്കാലം എന്ന് പറയപ്പെടുന്ന കാലമാണ് കഴിഞ്ഞുപോയത്. അതുകൊണ്ട് തന്നെ രോഗസാധ്യതയും കൂടുതലാണ്. പകർച്ചപ്പനികളൊക്കെ മഴക്കാലത്ത് കൂടുതലായിരുന്നത്, പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു
കാലാവസ്ഥാ വ്യതിയാനമൊന്നും ഇല്ലാതെ ഡെങ്കു പോലുള്ള രോഗങ്ങളൊക്കെ ഏത് സമയത്തും ഔട്ട് ബ്രേക്ക് വരുന്നൊരു ഹിസ്റ്ററിയാണ് ഇപ്പോൾ നമുക്ക് പോയ കാലങ്ങളിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ മറ്റു പുതിയ, അതായത് പോയ അസുഖങ്ങൾ തന്നെ പുതുതായി വരുന്നൊരു ഡേറ്റാസൊക്കെയാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനി വരുന്ന സമയത്ത് പകർച്ചപ്പനികളും പകർച്ചവ്യാധികളും ഒക്കെ വളരെയധികം കൂടാൻ സാധ്യതയുണ്ട്. ജലത്തിൻ്റെ ദൗർലഭ്യം കാരണം മഴക്കാലത്താണ് അതായത് വെള്ളം വഴിയുള്ള രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലെങ്കിലും ശുചിത്വം ഒരു പ്രധാന ഘടകമായതുകൊണ്ട്, അതായത് നമുക്ക് വെള്ളം, ശുചിയായ ജലം ലഭിക്കുന്നില്ല, കിട്ടുന്ന വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അശുചിത്വം, അതായത് ശരിക്കൊരു കണ്ടാമിനേറ്റഡ് വാട്ടറാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത്, നഗരപ്രാന്തത്തിലായാലും ഗ്രാമപ്രദേശങ്ങളിലായാലും തന്നെ. അതുകൊണ്ട് രോഗസാധ്യത വരുന്ന കാലത്തിൽ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പോഴേ തന്നെ നമ്മൾ മുൻകരുതൽ കുറച്ചുകൂടി ഒരു വ്യക്തിപരമായ ഇൻവോൾവ്മെൻറ്റോട് കൂടി ചെയ്താൽ വളരെയധികം നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നാണുള്ളത്. പ്രധാനമായും ഒരു വേനൽക്കാല രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതൽ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് കുട്ടികൾ, പ്രായാധിക്യമുള്ളവർ, പിന്നീട് എന്തെങ്കിലും രോഗാവസ്ഥ, ഇപ്പോൾ ഡെങ്കു ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മരണം വരുന്നത് അവർക്ക് ആഡഡ്, അതായത് മറ്റ് അസുഖങ്ങൾ കൂടെ ഉള്ള ആൾക്കാരും, അതുകൊണ്ട് തന്നെ അവർക്ക് വരുന്ന രോഗം നിയന്ത്രിക്കാൻ, പകർച്ചപ്പനികളൊക്കെ നിയന്ത്രിക്കപ്പെടാൻ സാധിക്കാതെ വരുന്നതും കൊണ്ടാണ്. അപ്പം അത്തരം ആൾക്കാർ, അനിയന്ത്രിതമായ പ്രമേഹമുള്ളവർ, ഹൃദയാരോഗ്യം കുറവായിട്ടുള്ള ആൾക്കാർ, അത്തരം ആൾക്കാർക്കൊക്കെയാണ് രോഗസാധ്യത കൂടുതൽ. അത് മാത്രമല്ല ദുശീലങ്ങൾ, അതായത് മദ്യപാനം, അതുമാതിരി പുകവലിയൊക്കെ ശീലമായിട്ടുള്ള ആൾക്കാർ, സ്ഥിരമായ അലർജി പോലുള്ള അസുഖങ്ങൾക്കും സൈക്കാട്രിക് മെഡിസിൻസും ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് വേനൽക്കാല സമയത്ത് അവരുടെ ആരോഗ്യം വളരെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത കൂടുതലുണ്ട്. നമുക്ക് എന്തെല്ലാം രോഗങ്ങൾ വേനൽക്കാലത്ത് പ്രതീക്ഷിക്കാമെന്ന് വിശദീകരിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി നമുക്ക്, അതായത് ഈ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ എക്സ്പോഷറുള്ള ശരീരാവയവമാണ് ത്വക്ക്. അതുകൊണ്ട് ത്വക്ക് രോഗങ്ങളും അതുമാതിരി കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾ, വൃക്ക രോഗികൾ, പിന്നെ നേരത്തെ സൂചിപ്പിച്ച പകർച്ചപ്പനികൾ, അതായത് പകർച്ചവ്യാധികൾ, കണ്ടാമിനേറ്റഡ് ഫുഡിൽ നിന്നും വെള്ളത്തിൽ നിന്നും വരുന്ന പകർച്ചവ്യാധികൾ, ഇതൊക്കെയാണ് നമുക്ക് വേനൽക്കാലത്ത് സാധ്യത കൂടുതലുള്ള രോഗങ്ങൾ. പിന്നീട് ഞാൻ ആദ്യം പറഞ്ഞു, ഈ രോഗങ്ങളൊക്കെ ആയിരുന്നു ആദ്യത്തെ കണക്കെടുപ്പുകൾ ഉണ്ടായിരുന്നതെങ്കിലും നമ്മുടെ വേനലിൻ്റെ ആധിക്യം നിമിത്തം സൂര്യതാപം, സൂര്യാഘാതം പോലുള്ള രോഗങ്ങളുടെയൊക്കെ സാധ്യത നമ്മൾ കഴിഞ്ഞ വേനലിൽ വളരെ കൂടുതലായിരുന്നു. ഇനി വരുന്ന വേനലിൽ അതിലും കൂടുതൽ നമ്മൾ വേണം പ്രതീക്ഷിക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് ആയുർവേദ രംഗത്ത് നമുക്ക് ചികിത്സയ്ക്കായിട്ട് വേനൽക്കാലത്തെ രോഗങ്ങളുടെ ചികിത്സയ്ക്കായിട്ടും ഉള്ള മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കാം ഡോക്ടർ. തീർച്ചയായിട്ടും, അതായത് പ്രതിരോധ മാർഗ്ഗങ്ങളും രോഗം വന്നാൽ അതിൻ്റെ ചികിത്സയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ആയുർവേദം ഈ ഒരു സമീപനം, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളുടെ സമീപനം. അതുകൊണ്ട് പ്രതിരോധത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് വേനലിൽ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് കുറയുന്നത് കൊണ്ട് തന്നെ ദഹനത്തിന് കുറച്ച് അധികം സമയമെടുക്കും. അതുകൊണ്ട് ദഹിക്കാൻ എളുപ്പമുള്ള ദ്രവരൂപത്തിലുള്ള ആഹാരങ്ങൾ ശീലമാക്കുക, നന്നായി വെള്ളം കുടിക്കുക. പലപ്പോഴും ദാഹിക്കുമ്പോഴും മാത്രം വെള്ളം കുടിക്കുന്ന ഒരു ശീലമായി ഉണ്ടാവുക. ഈ സൂര്യാതാപം പോലുള്ള കണ്ടീഷൻസ് ഒക്കെ വരാൻ സാധ്യത കൂടുതലുള്ളത് നേരത്തെ സൂചിപ്പിച്ച റിസ്കി ഗ്രൂപ്പ് അല്ലെങ്കിലും മോറോലോസ് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ തന്നെ അവർ ഒരു കൂടുതൽ എക്സോഷൻ, അതായത് കൂടുതൽ വ്യായാമം ചെയ്യുകയോ കഠിനാധ്വാനത്തിലൊക്കെ ഏർപ്പെടുകയോ ചെയ്യുമ്പോഴത്തേനും സൂര്യാതാപം പോലുള്ള കണ്ടീഷൻസ് വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ അവർ ഈ വ്യായാമം ചെയ്യുന്നതിനോ ശരീരാധ്വാനത്തിന് ഏർപ്പെടുന്നതിനോ മുന്നേ തന്നെ നമ്മൾ പ്രീ ഹൈഡ്രേറ്റ് എന്ന് പറയും. അതായത് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം കഠിനാധ്വാനത്തിൽ ഏർപ്പെടുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ തന്നെ ഒരു 500 ml മുതൽ ഒരു 1 ലിറ്റർ വരെ വെള്ളം കുടിച്ചിരിക്കണം. അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം നമ്മൾ വളരെ സ്ട്രീറ്റ് വെൻഡേഴ്സിൽ നിന്നൊക്കെ കോള പോലുള്ള ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഒരു ടിപ്സായിട്ട് പറയുകയാണെങ്കിൽ ഈ സമയത്ത് രോഗം വരാതിരിക്കുന്നതിനും ദാഹശമനത്തിനുമായിട്ട് നമുക്ക് നറുനീണ്ടി, രാമച്ചം പോലുള്ള ഔഷധങ്ങളിട്ട് തിളപ്പിച്ച വെള്ളം, പതിമുഖം പോലുള്ള ഔഷധങ്ങളിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ആഹാരത്തിൽ അരി, ഗോതമ്പ്, ചെറുപയർ ഒക്കെ ആഹാരത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക. അതുമാതിരി കഴിക്കുന്ന പച്ചക്കറികളിൽ ജലാംശം കൂടുതലുള്ള പച്ചക്കറികൾ, ഇപ്പോൾ ടൊമാറ്റോ, പടവലം, വെള്ളരി പോലുള്ള പച്ചക്കറികൾ നമ്മുടെ ആഹാരത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക. ഇടയ്ക്കിടയ്ക്ക് ദാഹിക്കുമ്പോൾ പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് വേനലിൻ്റെ ആഘാതത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ശുചിയായ ജലം ഉപയോഗിക്കുന്നതിന് അവസരം കിട്ടാത്തവർ മോരുവെള്ളം, മല്ലി ഇലയിട്ട് കാച്ചിയിട്ട് മോരുവെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മുടെ ആഹാര കാര്യങ്ങളിലും അതുമാതിരി തന്നെ ഈ ഒരു
ടെമ്പറേച്ചർ കൂടുതലുണ്ട് എന്നൊരു നമുക്ക് അറിവ് കിട്ടിയാൽ, അതായത് സൂര്യൻ്റെ താപം കൂടുതലാണെന്ന് നമുക്ക് നേരത്തെ ഒരു അറിവ് കിട്ടിയാൽ ആ ഒരു സമയത്ത് ഇത്തരം റിസ്കി ഗ്രൂപ്പുകാർ ഇറങ്ങുന്നത് ഒഴിവാക്കുക. സ്കൂൾ കുട്ടികളാണെങ്കിൽ പുറത്തുള്ള കളികൾ ഒഴിവാക്കുക. പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്, അതായത് പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ ഫുൾ സ്ലീവ്സ്, യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫുൾ സ്ലീവ്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം കുടിക്കുന്നത് അളവ് ഒരു ദിവസം ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ 3 മുതൽ 5 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഉള്ളിലാക്കണം. പക്ഷേ ചില രോഗാവസ്ഥയുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വെള്ളം കുടിക്കുന്നതിൽ റെഗുലേഷൻ വരുത്തേണ്ടതുമാണ്. അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞു. ഇതിപ്പം വെജിറ്റേറിയൻ ഭക്ഷണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട്, ഈ കാലയളവിൽ കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? തീർച്ചയായും നമ്മുടെ ദഹന പ്രക്രിയ കുറച്ച് ആ സമയത്ത് കുറച്ച് പുറകിലായിരിക്കും. അതുകൊണ്ട് തന്നെ ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം കഴിക്കുന്നതായിരിക്കും നല്ലത്. വെജിറ്റബിൾ സൂപ്പ് ഉപയോഗിക്കാവുന്നതാണ്. നോൺ വെജ് കഴിവതും ഉപയോഗിക്കുക. കാരണം ഈ ഒരു സമയത്ത് കണ്ടാമിനേഷൻ്റെ സാധ്യത കൂടുതലുള്ളത് കൊണ്ടും നോൺ വെജിറ്റേറിയൻ ഫുഡ്, അതായത് എസ്പെഷ്യലി റെഡ് മീറ്റ്, ഈ സമയത്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഫിഷ് നമുക്ക് ഈസിലി അവൈലബിൾ ആണ് എങ്കിലും അധികം സ്റ്റോറേജ് സമയമൊന്നുമില്ലാത്ത, അതായത് വളരെ ഫ്രഷായിട്ട് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ഒരു നേരം ഉപയോഗിക്കാവുന്നതാണ്. കഴിവതും വെജിറ്റേറിയൻ ആയിരിക്കുന്നതായിരിക്കും ഈ സമയത്ത് നല്ലത്. കണ്ടാമിനേഷൻ ഒഴിവാക്കുന്നതിനും അതുമാതിരി തന്നെ നമ്മുടെ ദഹന പ്രക്രിയയെ സഹായിക്കുന്നതിനും അതായിരിക്കും നല്ലത്. ഈ വേനൽക്കാല രോഗങ്ങളുടെ ചികിത്സ എങ്ങനെയാണെന്ന് കൂടി ഒന്ന് പറയാമോ ഡോക്ടർ? വേനൽക്കാല രോഗങ്ങൾ ഏത് അസുഖമാണ് വരുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ചികിത്സ നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ സൂര്യാതാപം പോലുള്ള കണ്ടീഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ചികിത്സ ഒരു അക്യൂട്ട് മാനേജ്മെൻറ്റ് വേണ്ട കണ്ടീഷനാണ്. സൂര്യാതാപം പോലുള്ള കണ്ടീഷൻ വരികയാണെങ്കിൽ ഇപ്പോൾ പുറത്ത് ജോലി ചെയ്യുന്ന, അത് ആ സൂര്യാതാപം എന്നുള്ളൊരു കണ്ടീഷൻ വരുന്നതിന് മുന്നേ ഒരു ലക്ഷണം കാണിക്കും. ആ ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സ, അതായത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് തന്നെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുമാതിരി ത്വക്ക് രോഗങ്ങൾക്കാണെങ്കിൽ നമ്മൾ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉപയോഗിക്കുക. ഒരു സൺ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ലേപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുറത്തിറങ്ങുക. അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഔഷധങ്ങൾ കറ്റാർവാഴ, നേരത്തെ സൂചിപ്പിച്ച പതിമുഖം, അതുമാതിരി ത്രിഫലയൊക്കെ ചേർന്നിട്ടുള്ള ലോഷൻസ്, അതായത് ഇവ ചേർന്നിട്ടുള്ള ഔഷധയുക്തമായ ജലം കൊണ്ട് ധാര ചെയ്യാം ഇടയ്ക്കിടയ്ക്ക്. അതുമാതിരി ഇവയുടെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുള്ള നെയ്യ് പുറത്ത് ലേപനം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. പാദസംരക്ഷണം ഇടയ്ക്കിടയ്ക്ക്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ മെഡിക്കേറ്റഡ് വാട്ടർ കൊണ്ട് കാല് കഴുകുന്നത് കൂടുതൽ എക്സ്പോഷറുള്ള ഭാഗം ആയതുകൊണ്ട് അത് നല്ലതായിരിക്കും. നേത്രരോഗങ്ങളാണെങ്കിൽ വളരെയധികം ശുചിത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ചികിത്സ. അതായത് ആ സമയത്ത് പ്രൊട്ടക്റ്റീവ് ഐ ഡ്രോപ്സ് ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും നമ്മൾ ഈ ഒരു സൺ എക്സ്പോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സൺഗ്ലാസ് യൂസ് ചെയ്യാവുന്നതാണ്. ഐ പ്രൊട്ടക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കണ്ണ് കഴുകാനായിട്ട് ഇരട്ടി മധുരം, അതുമാതിരി ചിറ്റമൃത് ഒക്കെ ഇട്ടിട്ട് തിളപ്പിച്ച്, മുന്തിരി ഇട്ട് തിളപ്പിച്ച് വെള്ളം കൊണ്ടിട്ട് തണുത്തതിന് ശേഷം നന്നായി അരിച്ച് തണുത്തതിന് ശേഷം അതുകൊണ്ട് കണ്ണ് കഴുകാവുന്നതാണ്. അങ്ങനെ നേത്ര സംരക്ഷണം, അത് നേത്രരോഗങ്ങൾ, ഈ ഒരു ഹീറ്റ് എക്സ്പോഷർ മൂലം ഉണ്ടാകുന്ന നേത്രരോഗങ്ങൾ ഒഴിവാക്കുന്നതിനും അത് സാധിക്കും. ചികിത്സയുടെ കാര്യത്തിൽ വരുമ്പോഴത്തേനും നമ്മുടെ കൈ വളരെയധികം ശുദ്ധമായി വെക്കേണ്ടതാണ്. എസ്പെഷ്യലി ഈ ഒരു കൺജങ്ക്റ്റിവൈറ്റിസ്, ചെങ്കണ്ണ് പോലുള്ള രോഗമൊക്കെ വരാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കൈയുടെ ശുചിത്വം വളരെയധികം പ്രാധാന്യം ഉണ്ട് ഈ സമയത്ത്. നമുക്കറിയാം, കേരളത്തിലെ പ്രമേഹ രോഗികളുടെ എണ്ണം വളരെ കൂടുതലുള്ളൊരു സംസ്ഥാനമാണ്. ഈ ഒരു പ്രമേഹ രോഗികൾക്ക് അല്ലെങ്കിൽ അനുബന്ധ രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ വേനൽക്കാലത്തേക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? തീർച്ചയായും ഈ ഒരു വേനൽ സമയത്ത് രോഗങ്ങൾ വരുന്നതിൻ്റെ ഒരു റിസ്കി ഗ്രൂപ്പാണ് അനിയന്ത്രിതമായ പ്രമേഹ രോഗമുള്ളവർ. അവരുടെ പ്രമേഹം കൃത്യമായി കൺട്രോൾഡ് വെക്കുക. അതുമാതിരി വെള്ളം കുടിക്കുന്നതിൽ അവർ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന അനുബന്ധ രോഗങ്ങൾ, അതായത് പ്രമേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനെ സങ്കീർണമാക്കുന്നത് തന്നെ മിക്കവാറും എല്ലാ ശരീര അവയവങ്ങളെയും അത് ബാധിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രമേഹ രോഗികളുടെ നേത്രാരോഗ്യത്തിലും അതുമാതിരി പാദസംരക്ഷണത്തിലും അവയുടെ വൃക്കകളുടെ ആരോഗ്യത്തിലും വേനൽക്കാലത്ത് വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. പ്രമേഹത്തിന് നമ്മൾ കഴിക്കുന്ന ഔഷധം ഒരിക്കലും ഡോക്ടറിൻ്റെ നിർദ്ദേശമല്ലാതെ മാറ്റുകയോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പാടില്ല. നമുക്ക് ആയുർവേദത്തിൽ പ്രമേഹ രോഗികൾ ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാനായിട്ട്, പ്രത്യേകിച്ച് അവർക്ക് അമിതദാഹം അവരുടെ ഒരു ലക്ഷണമാണ്. ഏകനായകം, രാമച്ചം, പാച്ചോറ്റി ഇവയൊക്കെ അടങ്ങിയ മഞ്ഞൾ, ഇത്രയും ഔഷധങ്ങളാണ് കോമൺലി ഉള്ളത്. അതിൻ്റെ കൂടെ അവസ്ഥ അനുസരിച്ച് നമ്മൾ ഔഷധങ്ങൾ, അതായത് മറ്റു രോഗങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഔഷധങ്ങളും കൂടി ചേർത്തിട്ട് തിളപ്പിച്ച വെള്ളം അവരോട് കുടിക്കാൻ പറയാറുണ്ട്. പ്രമേഹ നിയന്ത്രണത്തിനും അതുമാതിരി തന്നെ അതുമൂലം ഉണ്ടാകുന്ന ഈ സമയത്തുണ്ടാകുന്ന ദഹന സംബന്ധമായ അസുഖങ്ങൾക്കും അത് വളരെയധികം ഇഫക്റ്റീവാണ്. കൃത്യമായ ആഹാരശീലങ്ങളും അതുമാതിരി പ്രമേഹത്തിൻ്റെ രോഗനിയന്ത്രണവും
കൃത്യമായിട്ട് വേനൽക്കാലത്ത് അത്യാവശ്യമാണ് പ്രമേഹം പോലുള്ള ആൾക്കാർക്ക്. കാരണം നേരത്തെ പറഞ്ഞ ആ ഒരു ഹീറ്റ് എക്സേർഷൻ, ഒരു സൂര്യാതാപം എന്നൊക്കെ പറയുന്നത് പ്രമേഹം, നിയന്ത്രിതമായ പ്രമേഹ രോഗമുള്ളവർക്ക് എക്സ്പോഷർ വേണമെന്നില്ല. അവർ പോയി കഠിനാധ്വാനമോ വ്യായാമമോ ഒന്നും ചെയ്യണം എന്ന് തന്നെയില്ല. ശരീര ഊഷ്മാവ് വളരെയധികം നമുക്ക് ഈ നിയന്ത്രണ വിധേയമാക്കാൻ, താപനിയന്ത്രണത്തിന് കുറച്ച് റിസ്കി ഗ്രൂപ്പുകാരാണ് ഈ പ്രമേഹ രോഗികൾ. അതുകൊണ്ട് അന്തരീക്ഷ ഊഷ്മാവ് കൂടുമ്പോൾ അവർക്ക് എക്സേർഷൻ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും സൂര്യാതാപം പോലുള്ള ലക്ഷണങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ഇനി ഒരു ഇടവേളയാണ്. ഇടയ്ക്ക് ശേഷം ചർച്ച തുടരും. എല്ലാ പുഴകൾക്കുമുണ്ട് ഒരു കഥ പറയാൻ. എല്ലാ മലകളിലുമുണ്ട് ഈശ്വര സാന്നിധ്യം. ആദ്യം അറിയേണ്ടത് ഈ പ്രകൃതിയെയാണ്. സഞ്ചാരപഥങ്ങളിൽ, മോക്ഷമലകളിൽ, തപസ്ഥലികളിൽ, ചരിത്ര സ്മാരകങ്ങളിൽ, ക്ഷേത്ര സന്നിധികളിൽ പ്രകൃതിയുടെ ഊർജത്തെ അന്വേഷിക്കുന്ന തീർത്ഥയാത്ര ഉദയാമൃതം. എല്ലാ ദിവസവും രാവിലെ 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. വേനൽക്കാല ആരോഗ്യവും ആയുർവേദം എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം കല്ലിയൂർ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ സിദ്ധിയാണ്. ഡോക്ടർ, നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. ഇനിയിപ്പോൾ അറിയേണ്ടത് നമുക്ക് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഈ കുഞ്ഞുങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വേനൽക്കാലത്ത് എന്ന് പറയാമോ? ഒരു റിസ്കി ഗ്രൂപ്പാണ് കുട്ടികൾ എന്ന് പറയുന്നത്. കാരണം ഒരു കുട്ടികളിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് രോഗം പകരാൻ വളരെ സാധ്യത കൂടുതലാണ്. പൊതുവെ ഒരു രോഗപ്രതിരോധ ശേഷി കുറവ് ഉള്ളൊരു ഗ്രൂപ്പാണ് കുട്ടികൾ. നമ്മൾ സ്കൂൾ ഗോയിങ് കുഞ്ഞുങ്ങളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പനി പോലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്നും ഒരാഴ്ചത്തേക്ക് വിട്ടു നിൽക്കുന്നത് നല്ലതായിരിക്കും. നന്നായി വിശ്രമം കൊടുക്കുക. ഓറൽ ഫ്ലൂയിഡ്, അതായത് നമ്മൾ IV ഫ്ലൂയിഡ് വഴി രോഗനിയന്ത്രണം നടത്തുന്നതിനേക്കാളും ഓറൽ ഫ്ലൂയിഡ്, വെള്ളം കുടിപ്പിക്കാൻ കുട്ടികളെ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് മലരിട്ട് വെന്ത വെള്ളം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ് വേനൽക്കാലത്ത്, വേനൽ ചൂടിൽ നിന്നും രക്ഷ നേടുന്നതിന്. അതുമാതിരി ഔട്ട്ഡോർ ഗെയിംസ് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അസുഖമുള്ള കുഞ്ഞുങ്ങൾ മറ്റു കുഞ്ഞുങ്ങളിൽ നിന്ന് ഫുഡ്, ഹാൻഡ് കർച്ചീഫ് ഇവ ഷെയർ ചെയ്യുന്നത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. വ്യായാമം മിതമായ രീതിയിൽ അവരെ ചെയ്യിക്കുക. അസുഖം വന്നാൽ തുടക്കത്തിൽ തന്നെ അതിനുള്ള ചികിത്സ ചെയ്യുകയും വേണം. കാരണം ദഹന സംബന്ധമായ രോഗങ്ങളാണെങ്കിലും അതുമാതിരി കണ്ടേജിയസ് ആയിട്ടുള്ള പകർച്ചപ്പനിയൊക്കെ പെട്ടെന്ന് മറ്റ് അവയവങ്ങളുടെ ആരോഗ്യാവസ്ഥയെ ബാധിക്കാൻ കുട്ടികൾക്ക് സാധ്യത കൂടുതലായതുകൊണ്ട് തുടക്കത്തിലേ തന്നെ ചികിത്സിക്കുക. ഒരാൾക്ക് ചികിത്സിച്ച ഔഷധം മറ്റൊരാൾ അതുമാതിരി ശീലിക്കുന്നത് ഒഴിവാക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ശീലിപ്പിക്കേണ്ടതുമാണ്. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കൊടുത്തുവിടാനും ശ്രദ്ധിക്കുക. അവരുടെ കുക്കിംഗ് സർഫസ് പൊതുവേ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ബോട്ടിലുകൾ നന്നായിട്ട്, ബോട്ടിൽ നെക്കൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് ഉള്ള പാത്രങ്ങൾ ഉപയോഗിക്കാനും ഈ സമയത്ത് ശ്രദ്ധിക്കണം. ഇപ്പം മറ്റുള്ള മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നമുക്ക് സൂര്യാഘാതത്തിൻ്റെ ഒരു നിരക്ക് ഇപ്പോൾ വളരെ കൂടി വരുന്നൊരു ഘട്ടമാണുള്ളത്. ഈ സൂര്യാഘാതം പ്രതിരോധിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമ്മൾ സൂര്യാഘാതം അഥവാ സൂര്യാതാപത്തിൻ്റെ എത്തുന്നതിന് മുമ്പ് അതിന് മുന്നേ വരുന്ന ലക്ഷണങ്ങൾ മനസ്സിലാക്കിയാൽ അത് വളരെ ഒരു എമർജൻസി സിറ്റുവേഷനിലേക്ക് മാറ്റാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കാരണം ഒരു ഹീറ്റ് എക്സ്പോഷർ കൂടുതലുള്ള ആൾക്കാർ, പുറം പണി ചെയ്യുന്ന ആൾക്കാർ, കെട്ടിടപ്പണിക്കാരായാലും ഇപ്പോൾ കൂടുതൽ നമുക്ക് നമ്മുടെ നാടിന് ചുറ്റും കാണുന്ന തൊഴിലുറപ്പ് പണിക്കാർ, ഇവർക്കൊക്കെയാണ് സൂര്യാതാപവും സൂര്യാഘാതവും ഒക്കെ കൂടുതൽ ഏൽക്കുന്നത്. അതായത് തുടങ്ങുന്ന സമയത്ത് തന്നെ കാണുന്ന ലക്ഷണങ്ങൾ, അതായത് ഒരു ക്ഷീണം അനുഭവപ്പെടുക, തലക്കറക്കം അനുഭവപ്പെടുക, മനം പുരട്ടൽ, ഛർദി പോലെ തോന്നുക, പെട്ടെന്ന് തന്നെ ഒരു ബോധക്ഷയം വരിക. ഒരു 2 സ്റ്റേജിലാണ് വരുന്നത്. അത് സൂര്യാതാപം ആദ്യത്തെ ഒരു സ്റ്റേജിൽ ഈ ഒരു ബോധക്ഷയം പെട്ടെന്ന് തന്നെ നമുക്ക് റിവൈവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ചില കണ്ടീഷൻസിൽ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ താപനില ഒരു 41 ഡിഗ്രി സെൽഷ്യസിന് മേളിലൊക്കെ ആകുകയാണെങ്കിൽ ഈ വരുന്ന ബോധക്ഷയം നമുക്ക് പലപ്പോഴും അത് തിരിച്ചെടുക്കാൻ കഴിയാതെ വരും. അത്തരം സന്ദർഭങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ വളരെ ടെമ്പറേച്ചർ കൂടിയ പീക്ക് സമയത്തുള്ള ജോലി ഒഴിവാക്കുക. ഒരു 10 മുതൽ 4 മണി വരെ ഹീറ്റ് എക്സ്പോഷർ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പുറത്തേക്ക് പോകുമ്പോൾ തന്നെ, ജോലി തുടങ്ങുന്നതിന് മുന്നേ തന്നെ നന്നായി വെള്ളം കുടിച്ചിട്ട് ജോലി തുടങ്ങുക. അതിനിടയ്ക്കും ആവശ്യമായ വെള്ളം കുടിക്കുക. പ്രത്യേകിച്ചും പുറം ജോലി ചെയ്യുന്ന ആൾക്കാർ ഈ സമയത്ത് ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ്, കോള പോലുള്ള ഡ്രിങ്ക്സ് ഒഴിവാക്കുക. സൂര്യാതാപ ലക്ഷണം കണ്ടാൽ തന്നെ ആ രോഗിയെ ആ ഒരു എക്സ്പോഷർ സംഭവിച്ച സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ്. അതായത്
നമുക്ക് രോഗിയെ ആ സ്ഥലത്ത് നിന്ന് മാറ്റുകയും മിനിമം വസ്ത്രം അവരിൽ അധികം വസ്ത്രങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. വെള്ളത്തിൽ മുക്കാനാണ് പറയുന്നത്. പക്ഷെ അത് സാധിക്കില്ലെങ്കിൽ നമ്മൾ നല്ലൊരു വെറ്റ് ടവൽ, നന്നായിട്ട് കുതിർന്ന ടവൽ കൊണ്ട് അവരെ മൂടുക. പ്രത്യേകിച്ചും ഈ ഒരു കൈമടക്കുകൾ, കാലിടുക്കുകൾ, കഴുത്തിൻ്റെ പിൻഭാഗത്തൊക്കെ ഐസ് പാക്ക് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ബോധമുണ്ടെങ്കിൽ മാത്രം കുറേശ്ശെ വെള്ളം കൊടുക്കുക. മറ്റ് ഡ്രിങ്ക്സ്, അതായത് ഈ പറഞ്ഞ പോലെ കോള, ചായ, കോഫി അതൊന്നും ഈ സമയത്ത് കൊടുക്കാതിരിക്കുന്നത്. കാരണം ഇത്തരം ഡ്രിങ്ക്സ് ഒന്നുകൂടെ അവരെ നിർജ്ജലീകരണത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. രോഗിയുടെ കാൽ ഉയർത്തി വയ്ക്കുക. അപ്പോൾ സർക്കുലേഷൻ ശരിക്ക് താഴേക്ക് വരുന്നതായിരിക്കും. അത്തരം ഒരു പ്രിക്കോഷൻ മെഷേഴ്സ് പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ സൂര്യാഘാതത്തിലേക്ക് എത്താതിരിക്കാൻ നമുക്ക് അത് തടയാവുന്നതാണ്. പിന്നീട് സൂര്യാഘാതം വന്നു കഴിഞ്ഞാൽ അതൊരു എമർജൻസി ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ, കാരണം ഈ ഒരു താപ നിയന്ത്രണ സംവിധാനം മാറുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ തലച്ചോറിനെയൊക്കെ അത് ബാധിക്കുകയും രക്തത്തിൻ്റെ വോളിയം കുറയുകയൊക്കെ ചെയ്യുന്നു. അത് നമ്മുടെ ശരീര അവയവങ്ങളെ വളരെ ദോഷകരമായി ബാധിക്കുകയും ഈവൻ സർവൈവ് ചെയ്താൽ തന്നെയും എന്തെങ്കിലും ഡാമേജോട് കൂടി അവയവങ്ങൾക്ക് വരാനും ഒക്കെ സാധ്യത കൂടുതലുള്ളത് കൊണ്ട് ഈ ഒരു പ്രീകേഴ്സർ, അതായത് ഒരു എക്സാഷൻ കണ്ടീഷനിൽ തന്നെ ലക്ഷണങ്ങൾ മനസ്സിലാക്കുകയും അതിനു മുന്നേ തന്നെ പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. സൺസ്ക്രീൻ ലോഷൻസ് പുരട്ടിയിട്ട് ജോലി ചെയ്യുക, എന്തെങ്കിലും ലേപനങ്ങൾ പുരട്ടുക, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന ശീലമുണ്ടാക്കുകയൊക്കെ ചെയ്താൽ ഇത്തരം ഒരു സൂര്യാതാപത്തിലും സൂര്യാഘാതത്തിലും ഒക്കെ നമുക്ക് എത്തുന്നതിൽ നിന്നും ആൾക്കാരെ നമുക്ക് രക്ഷിക്കാവുന്നതാണ്. ഡോക്ടർ, മറ്റൊരു റിസ്കി ഗ്രൂപ്പാണല്ലോ ഈ പ്രായമായവർ. ഈ പ്രായമായവർ ഈ വേനൽക്കാലത്ത് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? പ്രായമായവരും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാരാണ്. അത്തരം ആൾക്കാരിലും, കാരണം ഒരു 60+, 70+ ഒക്കെ ഉള്ള ആൾക്കാരിലും ഈ സമയത്ത് നന്നായി വെള്ളം കുടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും വളരെ പ്രതിരോധമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ മറ്റെന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സകൾ ചെയ്യുക. വൃക്ക രോഗികളാണെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്നത് അവരുടെ ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് വേണം. അതായത് വൃക്കയുടെ കപ്പാസിറ്റി അനുസരിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വെള്ളം കുടിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. കുറച്ച് വ്യായാമം, അതായത് വീട്ടിനുള്ളിൽ തന്നെ അവരെ നടക്കുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കുക. ആഹാരം ദഹിക്കുന്ന രീതിയിൽ കഴിക്കുക. അങ്ങനെയൊക്കെ വിയർപ്പടിയുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കി കൊടുക്കുക. ഇത്തരം ശ്രദ്ധകളൊക്കെ വരുത്തിയാൽ പ്രായമായവരുടെയും ഒരു ആരോഗ്യം നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. പക്ഷേ എന്തെങ്കിലും രോഗബാധിതരാണ് എങ്കിൽ അതിനുള്ള ചികിത്സ പ്രത്യേകം നമ്മൾ ചെയ്യുക തന്നെ വേണം. പൊതുവെ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളെക്കുറിച്ചും കൂടെ ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ? പൊതുവേ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോഴത്തേനും നേരത്തെ സൂചിപ്പിച്ചതുമാതിരി നമ്മുടെ സൂചികകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇനിയും പോയ രോഗങ്ങളും പകർച്ചപ്പനികളും ഒക്കെ വളരെയധികം കാഠിന്യത്തോടു കൂടി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹെൽത്ത് വർക്കേഴ്സിൻ്റെ കൂട്ടത്തിൽ ഓരോ വ്യക്തിയും അവൻ്റെ പരിസരം ശുചിയാക്കുന്നതിനും വീട്ടിലെ വ്യക്തി ശുചിത്വത്തിനും വളരെയധികം പ്രാധാന്യം ഈ ഘട്ടത്തിൽ കൊടുക്കേണ്ടതാണ്. അതായത് നമ്മുടെ ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള ജലാംശമടങ്ങിയ ആഹാരം, പുറത്തുള്ള ആഹാരം ഒഴിവാക്കുക. ശുചിത്വ ശീലങ്ങളാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കാനുള്ളത്. അതുമാതിരി നമ്മൾ തുടക്കത്തിലെ തന്നെ ചികിത്സ തേടുക, സ്വയം ചികിത്സ ഒഴിവാക്കുക. കാലാവസ്ഥ വ്യതിയാനം, അതായത് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ ഇനി വീണ്ടും വേനലുകൾ വന്നാൽ നമ്മൾ മനുഷ്യർ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളുടെയൊക്കെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു ജീവനെ തന്നെ ബാധിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശുചിത്വ ശീലങ്ങളും നമ്മുടെ ജലാശയങ്ങളും നമുക്ക് ലഭ്യമായ ജലം ശുചിയായി ഉപയോഗിക്കുന്നതിന് വളരെയധികം ശ്രദ്ധിച്ചാൽ മാത്രമേ ഇനി വരാൻ പോകുന്ന വേനലിൻ്റെ കാഠിന്യത്തിൽ നിന്നും അതിനുശേഷമുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നും നമുക്കും നമ്മുടെ സഹജീവികൾക്കും രക്ഷയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ഇത്രയും ഒരു പ്രിക്കോഷനായിട്ട് നമുക്ക് പറയാവുന്നത്. പിന്നീട് സ്വയം ചികിത്സ ഒഴിവാക്കി രോഗാവസ്ഥ വരുമ്പോൾ തന്നെ ഡോക്ടറെ കാണിച്ചിട്ട് അതിന് അനുസരിച്ചുള്ള ചികിത്സകൾ ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാണ്. വളരെയധികം നന്ദി ഡോക്ടർ, ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചു തന്നതിന്. വേനൽക്കാല ആരോഗ്യവും ആയുർവേദം എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം കല്ലിയൂർ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ സിദ്ധിയാണ്. ഡോക്ടർ വളരെയധികം നന്ദി. മറ്റൊരു വാർത്തയിലേക്ക്. രാജ്യത്ത് ജനനനിരക്കിലെ സ്ത്രീ പുരുഷ അനുപാതത്തിൽ പുരോഗതി എന്ന സർവേ. 2015-2016 ദേശീയ കുടുംബാരോഗ്യ സർവേയിലാണ് ഈ കണ്ടെത്തൽ. ശിശുമരണ നിരക്കിലും ഗണ്യമായ കുറവ് വന്നതായി സർവേയിൽ കണ്ടെത്തി. 10 വർഷം മുമ്പുണ്ടായിരുന്ന 1000 ശിശുക്കളിൽ 57 മരണമെന്ന നിരക്ക് 41 മരണമായി കുറഞ്ഞു. 1000 ആൺകുട്ടികൾക്ക് 919 പെൺകുട്ടികൾ എന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സ്ത്രീ പുരുഷ അനുപാതം. ഇത് 919 പെൺകുട്ടികൾ എന്ന നിരക്കിലേക്ക് ഉയർന്നതായും സർവേയിൽ കണ്ടെത്തി. കേരളത്തിലാണ് ഏറ്റവും ഉയർന്ന നിരക്ക്. 1000 ആൺകുട്ടികൾക്ക് 1047 പെൺകുട്ടികൾ എന്നതാണ് കേരളത്തിലെ നിരക്ക്. 1009 പെൺകുട്ടികളുമായി തൊട്ടുപിന്നിൽ മേഘാലയയാണ്.
977 പെൺകുട്ടികളുമായി ഛത്തീസ്ഗഡ് മൂന്നാമതാണ്. ഏറ്റവും പിന്നിലുള്ള ഹരിയാനയിൽ 1000 ആൺകുട്ടികൾക്ക് 836 പെൺകുട്ടികൾ മാത്രമാണ് ഉള്ളത്. 762 പെൺകുട്ടികൾ എന്ന നിരക്കിൽ നിന്നുമാണ് ഹരിയാന 836 പെൺകുട്ടികൾ എന്ന നിലയിലേക്ക് ഉയർന്നതെന്നും സർവേയിൽ പറയുന്നു. പാവകൾക്കൊപ്പം ഉറങ്ങുന്ന കുഞ്ഞുങ്ങൾ മികച്ച വായനാശീലമുള്ളവരായി മാറുമെന്ന് പഠനം. മൃഗങ്ങളുടെ രൂപമുള്ള പാവകൾക്കൊപ്പം ഉറങ്ങുന്ന കുഞ്ഞുങ്ങൾ താരതമ്യേന വേഗത്തിൽ വായനാശീലമാക്കുന്നതായും പഠനത്തിൽ കണ്ടെത്തി. മൃഗങ്ങൾ കഥാപാത്രങ്ങളായ കഥകൾ ഇത്തരം കുഞ്ഞുങ്ങളെ വേഗത്തിൽ ആകർഷിക്കും. കഥകൾ സ്വയം വായിച്ചറിയാനുള്ള താൽപ്പര്യവും ഇത്തരം കുഞ്ഞുങ്ങളിൽ വേഗം വളരുന്നതായി പഠനത്തിൽ തെളിഞ്ഞു. ജപ്പാനിലെ ഒക്കയാമ സർവകലാശാല, കനസാവ സർവകലാശാല, ക്യൂൻഷു സർവകലാശാല എന്നിവിടങ്ങളിലെ ഗവേഷകരാണ് പഠനം നടത്തിയത്. പ്രധാന ആരോഗ്യ വാർത്തകൾ വീണ്ടും. അനാവശ്യമായ സിസേറിയൻ ശസ്ത്രക്രിയകൾ ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ആവശ്യം സ്വകാര്യ മേഖലയിൽ സിസേറിയൻ നിരക്കുകൾ വർദ്ധിക്കുന്നുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ. രാജ്യത്ത് ജനനനിരക്കിലെ സ്ത്രീപുരുഷ അനുപാതത്തിൽ പുരോഗതിയെന്ന പഠനം. കണ്ടെത്തൽ ദേശീയ കുടുംബ ആരോഗ്യ സർവേയിൽ. ഏറ്റവും ഉയർന്ന നിരക്ക് കേരളത്തിൽ. പാവകൾക്കൊപ്പം ഉറങ്ങുന്ന കുഞ്ഞുങ്ങൾ മികച്ച വായനാശീലമുള്ളവരായി മാറുമെന്ന് പഠനം. ആരോഗ്യ വാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amritatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amritatv സന്ദർശിക്കുക. ആരോഗ്യ വാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം. നമസ്കാരം.